കണ്ണൂർ ജില്ലയിലെ പേരുകേട്ട അമ്പലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എവിടെയായിരിക്കും. നമ്മളിവിടെ പറശ്ശിനിക്കടവ് എത്തി. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങാം. അച്ഛൻ മുന്നിൽ നടക്കാൻ പോകാനുണ്ട്. കുറേ സ്റ്റെപ്പ് ഉണ്ടാവും. അച്ഛാ നോക്ക്. നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. നമ്മൾ നടന്നിട്ട് വരുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇടത്തുണ്ടാ ഇവിടെ മഴയത്ത് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടായിന്. എന്നിട്ട് മൊത്തം ഇടിഞ്ഞ് ഇങ്ങോട്ട് വീണു. കല്ലെല്ലാം ഇടുന്നു പൊട്ടിയിട്ട്. ഇതാ ഇവിടെ കല്ലെല്ലാം ഉണ്ട്. ഈ കമ്പിയെല്ലാം ചെരിഞ്ഞ് വീഴുന്നുണ്ടാ. നമ്മളിവിടെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇത്രയും സ്റ്റെപ്പ്. അപ്പം നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം. എത്താനായി ചന്തയെല്ലാം ഉണ്ട്. ഇവിടെ കുറേ സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അപ്പുറത്തുനിന്ന് വന്നു. ഇപ്പോൾ പിന്നെയും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇടിയും കുറേ ഉണ്ട്. അതിൻ്റെ നടുക്ക് കുറച്ച് ചന്തയൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെയും ഇതാ താഴേക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടെ തേച്ച് പുറത്തെല്ലാം ഓരോരോ ചന്ത കടകളാണ്. അപ്പം നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയി വന്നിട്ട് എന്തെങ്കിലും എല്ലാം മേടിക്കാം. ഇതൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാ തേച്ചു വാഹനം നേരെ അപ്പുറത്തെ റോഡിലേക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് തന്നെ എത്തും. നമ്മളിവിടെ ചന്ത കാണാൻ വേണ്ടിയിട്ട് ഈ വഴി നടന്നു പോകാം. മറ്റേ കൂടെ വന്ന ചന്ത അങ്ങനെ നമ്മൾ ഫസ്റ്റ് തൊട്ടേ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് അതെ ഇതിലേക്കൂടെ വന്നത്. അമ്പലത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അമ്പലത്തിൻ്റെ ഒരു ഉള്ളിലേക്ക് പോകേണ്ട സ്ഥലമില്ലേ, അപ്പം അവിടെ എത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക്. ഇത് മുന്നിലേ അതിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. മറ്റേ ഉള്ളിലേക്ക് തൊഴേണ്ട സ്ഥലത്തേക്കാണ്. അപ്പം ആ ഒരു കയറേണ്ട ഭാഗമില്ലേ മറ്റേ അച്ഛനെന്താ പറയുക, പുഴയാണ്. അപ്പോൾ പുഴേൻ്റെ ഫ്രണ്ടിലേക്ക് കൂടെയാണ് ഇതിൻ്റെ കറക്റ്റ് കയറുന്ന ഭാഗം. അപ്പം അവിടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ട് അവിടെ കാണാൻ പറ്റും. പുഴ കാണിച്ചത് നമ്മൾ ചെരുപ്പതയുടെ അയച്ചു വെച്ചു. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പറയും കഴിഞ്ഞാൽ ഇവിടെ പുഴ വലിയ പുഴയാട്ടോ. ഇതെല്ലാം ഉണ്ട്. ഇപ്പം ഇവിടെ കാല് കണ്ട സെറ്റപ്പ് പുഴയത്തെ വെള്ളം തന്നെയാണ്. കാലെല്ലാവരും ഇവിടുന്ന് കാല് കഴുകിയിട്ട് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഉള്ളിലേക്ക് പോവാം. നല്ല മഴക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം വെള്ളം കയറും. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലെല്ലാം ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം വെള്ളം നിറയും. ഇവിടെ സീറ്റ് അതന്നെ ഇല്ല. ഇപ്പോൾ മഴ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നമില്ല. അതന്നെ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. എന്നാൽ ഞാൻ ഏകദേശം കാണിച്ചുതരാം, പക്ഷെ ഒന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് കുറിയൊക്കെ കിട്ടി. മുത്തപ്പൻ്റെ അമ്പലത്തിൽ നായകൾക്ക് കയറാനുള്ള അനുവാദം കൂടിയുണ്ട്. അതിരാവിലെയും സന്ധ്യാസമയത്തും വന്നാൽ ഇവിടെ വെള്ളാട്ടവും കാണാൻ പറ്റും. ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഇത്. വെള്ളിയാഴ്ചയായിട്ട് കൂടെ നല്ല ആളുണ്ട്. ഇത്രയും മഴക്കും നല്ല ആളുണ്ട് ഇവിടെ ഇന്ന്. ഇവിടെ ഇപ്പം നല്ലോണം ആൾക്കാരുണ്ട്. അതെ അതെ. ഈ സൈഡിൽ നിന്ന് അച്ഛന് ലോക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തരലുണ്ട്. അതിപ്പോൾ ഇവിടെ കൊടുത്തു. നമ്മളിപ്പം ഇവിടെ ലോക്കറ്റ് കൊടുത്തു. പിന്നെ പ്രസാദമൊക്കെ തന്നു. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് കഴിക്കേണ്ട സ്ഥലത്തേക്ക് പോകാം. കുറേ ആയിട്ട് ഇവിടുന്ന് വിചാരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകണം, പക്ഷെ ഒരിക്കലും കഴിയില്ല ഇവിടെ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ. അതന്നെ നമുക്കപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെയാണ്
കഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന തിന്നേണ്ട സ്ഥലത്തേക്ക് കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് സ്റ്റെപ്പ് ഇതാട്ടോ നല്ലത്. സ്റ്റെപ്പും അല്ല നടക്കേണ്ടതല്ല, നമ്മൾ പിന്നെ കയറ്റം കയറും. നല്ല രസം, ക്ഷീണം പിടിക്കൂല. നമ്മൾ എത്താനായി പോകുന്നുണ്ട്. വേണ്ട, താഴെ നമ്മളിങ്ങനെ പാമ്പ് പോലെ വന്നു. ഇത് പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് കിട്ടി. ചോറ് കിട്ടി. കണ്ട ചോറും ഇതെന്താ പറയുക, പരിപ്പ് കറിയാ. പരിപ്പ് കറിയും പിന്നെ പച്ചടി. ചോറും പരിപ്പ് കറിയും പച്ചടിയുമാണ്. ഇതാ അമ്മയ്ക്കുണ്ട്. അതന്നെ പണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി കഴിക്കാം. നമുക്കിതാ കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് വന്നു. ഇതാ നമ്മളിത് ഇവിടെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഈ പുഴേൻ്റെ ആ ഒരു ഈ ബോട്ട് നോക്കിയാൽ ഒരു അമ്പലം പോലെ ഉണ്ട്. പെട്ടെന്ന് മേലെ കാണും. നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ നടക്കേണ്ടതും. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതുവരെ നല്ല ആൾക്കാർ വരുന്നത് കൊണ്ട് ഇവിടെ ലോഡ്ജ് നിൽക്കേണ്ട സൗകര്യമെല്ലാം ഇവിടെ ഉണ്ട്. ചായയും മമ്പയറും ഇവിടുത്തെ പ്രസാദമാണ്. ഇവിടെ എല്ലാവരും പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ കഴിച്ചില്ല, മറ്റേ മമ്പയറെല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മളിത് താഴേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മറ്റേ ചന്തേൻ്റെ അടുത്ത് കുറേ കാതുകളുണ്ട്. കഴിച്ചിട്ടുണ്ട്, കുറേ കാതിലുണ്ട്. നല്ല 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 ഇല്ലേ, കുറേ നല്ല കാതില്. കനവില്ല തീരെ, വലിയ കാതില്ല, വെയിറ്റില്ല. കുറേ ഉണ്ട്. കാണുമ്പോൾ നല്ല വെയിറ്റ് ഇട്ടതുപോലെ തോന്നും, പക്ഷെ വെയിറ്റ് ഒന്നുമില്ല. തീരെ വെച്ചില്ല കേട്ടോ, തീരെ വെച്ചില്ല. നല്ല ഉണ്ട്. കുറേ മാലയിട്ട്, കുറേ വളയുണ്ട്, പൊട്ടുണ്ട്, റോളുണ്ട്, നല്ലുണ്ട്, ക്യൂട്ടായിട്ട്. കണ്ടോ, നല്ലുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. എൻ്റെ കണ്ടില്ലേ, നല്ല എന്നാൽ അതിൻ്റെ ഒരു കളർ കറക്റ്റ് കാണുന്നില്ല. ലൈറ്റ് റോസ് കളർ പോലത്തെ നല്ലുണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തം മഞ്ഞ ലൈറ്റായിട്ട് മഞ്ഞ കളർ തന്നെ വരും. വെള്ളിയാഴ്ച ആയിട്ട് ഇവിടെ ആൾക്കാർ ഒഴുക്കി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഈ ഒരു സാധനം നല്ല ഇഷ്ടമാണ്. ഇത് പെൻസിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു. ഇതുണ്ടോ, നല്ല രസമുണ്ട്. ടേസ്റ്റ് മുത്തപ്പൻ്റെ ചെറിയ ചെറിയ ഓരോരു കാണാൻ നല്ല രസമാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനം തലയാട്ടോ കാണാൻ രസമായി. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പം നമ്മൾ ചന്തയെല്ലാം കുറേ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. മൊത്തം ഇങ്ങനെ ഗോൾഡൻ കളറിൽ ലൈറ്റെല്ലാം വെച്ചിട്ട് മൊത്തം കാതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. േക്കാൾ കൂടുതൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് പോകും അല്ല. നമ്മൾ ഓരോരോ കടയിലേക്ക് കയറി ഓരോരോ സാധനം ഇങ്ങനെ കണ്ട് തൊട്ട് ഓരോന്ന് വീഴ്ത്തും. അങ്ങനെ
നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോലെ നമ്മളിതാ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടില്ല. ആ സ്റ്റെപ്പ് ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടുന്നുണ്ട്. ഇനി കേരള ചെറിയ പണിയൊന്നുമല്ല. കഥക്കഥ കണ്ട നമുക്ക് അങ്ങോട്ടിങ്ങനെ കറക്റ്റ് നമ്മളിപ്പോൾ നടന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ പോക്കായി. ഗൈസ്, ഇവിടെ അമ്പലം പോകുന്നവർക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള റൂംസുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ തീരം റൂംസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. നമ്മളുള്ള സൗകര്യം എല്ലാം കൂടി ഉണ്ട്. ദൂരം നിന്ന് വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഉണ്ട്. ഇനി ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട സമയമായി. അതെ, അപ്പോൾ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്.